ഇതെന്താ കോലം മാറിയോ? ഇതൊന്നും അല്ലേ നല്ല ഉടുപ്പ്? ഈശ്വരാ, ചോദിച്ചു വാങ്ങിച്ചൂലേ? വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? അമ്മ ഒരു ലിസ്റ്റ് തരായിരുന്നല്ലോ. സോമിയാന്റിന്റെ കുറിപ്പൈസയാണത്. അമ്മേന്റെ കുട്ടി എടുത്തോ, അവള് തന്നെങ്കിൽ എടുത്തോ. പൈസ ഇല്ലാന്ന് പറഞ്ഞോ? പേഴ്സ് ഇല്ലാന്ന്. പേഴ്സ് കണ്ടപ്പോഴോ? നന്ദ എങ്ങോട്ട് ഇതൊക്കെ വാങ്ങിക്കാനാണോ പോയത്? പിന്നെ ഇതൊക്കെ എന്തിനാ വാങ്ങിച്ചേ? ഇതാര് വാങ്ങിച്ചു തന്നതാ? അത് സോമിയാന്റിന്റെ കുറിപ്പൈസയാണ്, കൊടുക്ക്. എന്നാ കുറിപ്പൈസയാണ്, കൊടുക്ക്. സേറ ചേച്ചിക്കല്ല, സോമിക്ക് കൊടുക്ക്. ഇതാരാ പൊന്നു വാങ്ങി തന്നെ? ഇതാരാ വാങ്ങിച്ചു തന്നത്? വേണമെന്ന് പറഞ്ഞോ? അന്നപ്പോഴേ കഴുത്തിലിട്ടു. ഈ കളർ മതിയെന്ന് പറഞ്ഞു, നമുക്ക് വേറെ വേണ്ടെന്ന് പറഞ്ഞു. വേറെ കളറുള്ള ടി വി ഓഫ് ചെയ്തേ. നന്ദക്കുട്ടി, ഇത് ആരാ വാങ്ങിച്ചു തന്നെ പൊന്നു? ഇതാരാ വാങ്ങിച്ചു തന്നേ? ഇതാരാ വാങ്ങിച്ചു തന്നേ? സേറയാണോ വാങ്ങിച്ചു തന്നേ? പൊന്നു ആരാ വാങ്ങിച്ചു തന്നേ? സേറ. ആരാ വേണമെന്ന് പറഞ്ഞത്? നന്ദയാണോ സേറയാണോ? നന്ദ പറഞ്ഞിട്ടില്ല വേണമെന്ന്. എന്നോട് അങ്ങനെ സേറ എടുത്തു തന്നതാ? സേറ നീ എടുത്തു കൊടുത്തതാ? അത് ഫോണാ കൊടുത്തേന്ന് പറ. ഞാനല്ലേ ഫോൺ കൊടുത്തേ? ബില്ലടിച്ചത് അവളല്ലേ? അവള് ബില്ലടിച്ചത് ബില്ലടിക്കാൻ പോയായിരുന്നു. ബില്ലടിച്ചത് അവളായിരുന്നു അല്ലേ? അമ്മയ്ക്ക് വേണ്ട സാധനം വാങ്ങിക്കണ്ടേ? സൂപ്പർ ആയിട്ടുണ്ട്. സുന്ദരിയായി ചേച്ചി? കുറച്ച് സുന്ദരിയായി. അല്ല, അമ്മയ്ക്കൊന്നും കൊണ്ടുവന്നില്ല? അമ്മയ്ക്ക് എന്താ ഒന്നും കൊണ്ടുവരാഞ്ഞേ? മേടിച്ചണ്ട പറയാണ്. എന്താ തണുപ്പുള്ള ജ്യൂസോ? എന്നോട് ഞാൻ തണുപ്പുള്ള ജ്യൂസ് കുടിക്കരുത് പറഞ്ഞില്ലായിരുന്നോ? അമ്മയ്ക്ക് എന്നെ കൊണ്ടുവന്നോ? ഞാൻ ലുലു പോയി മേടിച്ചോണ്ട് വരാന്നടാ. നീ ലുലുക്ക് പോണ്ടോ? അമ്മയ്ക്ക് പറ്റിയ വലിയ സ്വർണം മതി. അമ്മയ്ക്ക് സ്വർണം വാങ്ങിച്ചു തരുമോ? കണ്ട കൊറേ പാപ്പി ഉണ്ട് സോമിയന്റെ കയ്യില്. ഈ പാപ്പി മതിയോ അതിന്? സോമിയാന്റിക്ക് കുറി കിട്ടിയിട്ടുണ്ട് ഈ മാസം. സോമിയാന്റിക്ക് കുറിന്റെ പൈസ സേറയ്ക്ക് കൊടുത്തില്ലേ നമ്മള്? അമ്മയ്ക്ക് സ്വർണം വാങ്ങിച്ചിട്ട് വരണേ. ഇതാ പോക്കറ്റിൽ നീയല്ലേ സേറയ്ക്ക് കൊടുത്തത്? പോക്കറ്റിലില്ലേ കൊറേ പാപ്പി ഉണ്ടോ? നോക്ക്. എന്താ എവിടെ കുറി പൈസ? എന്താ സോമിയാന്റിക്ക് കുറി അടിച്ചിട്ടുണ്ട്. അവക്കതൊന്നും ചെറുത് മതി. നമുക്ക് ലുലു പോകാം. അവിടെ വെക്കാൻ 1, 4 അവിടെ വെക്കാൻ. മോളെ വിടണ നല്ലതാ. വേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ വരും. പറ. പൈസ വെക്കാൻ പേസ് ഇല്ലാന്ന്. പാപ്പി വെക്കാന് അല്ലേ? ഞാൻ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞേ ഇട്ടിട്ട് പോവല്ലേ ഇല്ല? എന്താ പറഞ്ഞേ? എന്നെ കൂടെ കൊണ്ടോ? ബെഡും കൂടെ ആക്കി എന്റെ സ്വഭാവം മാറും. അച്ഛക്ക് വേണ്ടി കൊണ്ടുവന്നാ തണുപ്പുള്ള ജ്യൂസ് കുടിച്ചു സൂ. രാത്രിയേറ്റ ചുമച്ചാല് ജ്യൂസ് കുടിച്ചത് ആര് വാങ്ങിത്തന്നെ?
വാങ്ങി തന്നത്? ഏ? ആ. എങ്ങനെയുണ്ട് സോമി? എങ്ങനെയുണ്ട്? ഓൾ ആരാ മനസ്സിലായില്ലേ? ഇത് ആളല്ലേ കൊണ്ട് കൊടുത്തേ? കടയത്തെ ചേട്ടനല്ലേ ജ്യൂസ് തന്നത്? അപ്പൊ ചേട്ടൻ തന്ന ജ്യൂസാണ് അല്ലേ മുന്നു? ചേട്ടനൊന്ന് വാങ്ങിച്ച് കൊടുക്കണായിരുന്നു. പഴമുണ്ട്, ഓറഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ബായിലിട. കുഞ്ഞു പാപ്പി എടുത്ത് പറ്റിക്കുന്ന കുട്ടീനെ ഒരു വലിയ പാപ്പി തരാൻ പറയാം. വലിയ പാപ്പി സോമിയുടെ കയ്യിലില്ല, സൂചിന്റെ പേഴ്സിലുണ്ട്. സോമിക്ക് എന്താ കുഴപ്പം ചോദിച്ചു? സോമിക്ക് പേഴ്സ് ഇല്ലല്ലോ. ഇല്ലല്ലോ. എവിടെ? സൂചിനല്ലേ പേഴ്സ് ഉള്ളോ? സോമി ആന്റീനോട് ചോദിച്ചു നോക്ക്, സോമി ആന്റീന്റെ പൈസയാണ്. നിന്റെ സൂചിയുടെ എടുക്കാൻ പറ, വലിയ പാപ്പി. സൂചിയുടെ പേഴ്സിൽ നിന്ന് വലിയ പാപ്പി എടുത്തോണ്ടോ? എന്തിനാ നീ എന്റെ മാല പിടിക്കുന്നു? മാല വേണോ? ഈ ലോക്കറ്റ് വേണോ? പിന്നെന്താ? നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് തരാവോ? അതെന്താ? ആണോ? ഇതൊന്നും എൻ്റെ ആണ് ഈ ലോക്കറ്റ്. ഇത് ഞാൻ ഓ, അച്ഛനെന്തിയ ലോക്കറ്റ് ഒന്നും ഇല്ല. അക്കുനും അജിക്കും ഉണ്ടോ ലോക്കറ്റ്? അല്ല, അക്കുവിന്റെ കഴുത്തിലുള്ളത് അജുവിന്റെ മാലയാണ്. അന്തക്കുട്ടിക്കുണ്ടല്ലോ മാല. ഇതും സ്വർണ്ണമാലയല്ലേ? നന്ദയ്ക്ക് എന്താ വേണ്ട സ്വർണ്ണമാല? പിന്നെന്താ പ്രോബ്ലം? ഇത് നന്ദയുടെ സ്വർണ്ണമാലയല്ലേ? എന്തോ പേടിപ്പിക്കുന്നേ? ഇത് ചന്തിക്കിട്ടിയൊരു അടി തരും. വിഷ്ണു കണക്കിൽ വിത്തോടെ ഉണ്ടാവും. എന്റെ തല കറങ്ങിയേന്ന്. തല കറങ്ങിയോ? ഞാൻ ഇടാൻ പോട്ടെ. ആരാ നന്ദ സുന്ദരിയാക്കിയേ? അക്കു രാവിലെ ഒരു പോക്ക് പോയാ പിന്നെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും, കഴിക്കും, പോവും. അവിടെ എവിടെ ഉണ്ട്? അബുവിന്റെ വീട്ടില് റോട്ടിലൊക്കെ ഉണ്ടാവും. നന്ദ ആരെങ്ങനെ സുന്ദരിക്കുട്ടിയാക്കിയേ? സോമി ഇതിനെത്ര അടി കൊടുത്ത ഫോണ്? അവിടെ പോയി ഓക്ക് വേണ്ട സാധനങ്ങൾ ഓള് ചോദിച്ചു വാങ്ങി സോമിയുടെ കൂടെ പോയിട്ട്. എന്താ വാങ്ങിയത്? പാപ്പി ഇല്ല ഇടാൻ, പാപ്പി ഇടാൻ ഇതില്ലെന്നോ? 5100 അത് സുന്ദരിയായത്. സോമിയ പൈസക്ക് തുമ്പില്ലാതെ പോവട്ടോ. ഞാൻ തന്നുട്ടോ അവൾക്ക്. എന്റെ പൈസ ഞാൻ തന്നു. അല്ലല്ല, എന്റെ പൈസ ഞാൻ തന്നു. തുറക്കട്ടെ 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 തുറക്കട്ടെ
നോക്കട്ടെ. ആയോ ആയോ പൈസക്ക് എവിടെ ഉണ്ട്? ആരെടുത്ത് സാറ്? ആരെടുത്ത്? പോയി ആ കഴിഞ്ഞു. പാപ്പിച്ച് നോക്കട്ടെ. അച്ഛനെ പാപ്പിച്ച് പോയില്ല. ജിഷ്ണുമാമൻ എടുത്തത്. സേറെടുത്തെങ്കിൽ കുഴപ്പമില്ല. ഓളം ജിഷ്ണുമാമൻ എടുത്ത്. മാക്കിലോ? സേറേന്റെ ബാക്കിലുണ്ടോ പൈസ? സേറ ജിഷ്ണുമാമൻ എടുത്ത്. ജിഷ്ണുമാമനെ ചോദ്യമില്ലേ? ജിഷ്ണുമാമന്റെ ഇല്ല. സേറ പാവല്ലേ? ആണ് 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 ആണ്. ജിഷ്ണുമാമന്റെ കയ്യിലായിരുന്നു. ആണ് ഉണ്ടോ? ആരെടുത്ത പൈസ? പിടിച്ചു വാങ്ങി കടിക്കി. ആരെ പൈസ എടുത്ത? സേറയാണോ ജിഷ്ണുമാമനാണോ? കടിക്കി കടിക്കി. ആരെല്ലാരും കുട്ടീന്റെ പൈസ എടുത്തോ? ഇതാ സോമിയാന്റി, ഇതാ റിച്ച് ആണ്. സോമിയാന്റിന്റെ കയ്യിൽ ഇതാക്കുന്ന പൈസ ഇതാ. പാവല്ലേ സോമിയാന്റി? അജുനെയാണോ ഇഷ്ടം ഷോമിനെയാണോ? ആരെ ഇഷ്ടം? സത്യം? ആരെ ബാഗ് മേടിച്ച? അജുവാണോ മേടിച്ചെന്ന് ഭൂമിയാണോ മേടിച്ചെന്ന്? ആണോ? അജുന് കൊടുക്കുവോ ബാഗ്? സോമിക്കാണ് കുറി കേട്ടോ. ഇന്ന് സോമിന്റെ വക ചെലവാണ്. ഇതാ ഓളെ കയ്യിൽ പിന്നെ എണ്ണി കൊടുത്ത എന്താ? കുറിന്റെ പൈസ ഞാൻ മുക്കിന്നല്ലേ ഓള് പറയാറ്. ഇതാക്കണ കുറി കിട്ടിയപ്പോ എന്താ നമുക്ക് മിണ്ടാട്ടല്ലേ? എന്റെ കയ്യിൽ പൈസ ഇല്ലടാ സത്യമായിട്ട്. ഇങ്ങനെ വരച്ചോക്ക്. കണ്ണു തുറന്നിട്ടേ എന്ത് കിട്ടി? തുറന്നോട്ടെ. തുറന്നോട്ടെ നന്ദകുട്ടി. കണ്ണു തുറക്കട്ടെ. തുറന്നോട്ടെ. ഇത് ഗമ്മുണ്ട് ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ഗമ്മുണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക. കടിക്കാൻ സോമി ബാഗ് കൊണ്ടോ? ആരെ കയ്യാ? നല്ല അമർത്തം. ഈ അല്ലേ കടിക്കാൻ പറഞ്ഞ? ഇപ്പൊ കണ്ട സോമി രണ്ട് ഡ്രസ് ആണോ? താരടി കടിച്ചേ. നന്ദയാന്ന് പറ. അജു അല്ലേ കടിക്കാൻ പറഞ്ഞു വെച്ചോക്ക്. അടിക്കട്ടെ ഷോമി? അടിക്കട്ടെ? പോറ അടിക്കട്ടെ? ഓരിപ്പോ പോവും. അടിച്ചു കേട്ടോ ഷോമി. അടിച്ച് ഒറ്റ കുത്ത് അടിക്കട്ടെ? മർമ്മം നോക്കിയതാണല്ലോ. ഇവിടെ കിട്ടും. സോമി അടിക്കട്ടെ? ആവശ്യമൊന്നുമില്ല. എങ്ങനെ സോമിക്ക് സോമിനെ ചുമക്ക് ചെയ്യല്ലേ? കുറച്ചായിട്ട് നിങ്ങള് സേറനോ അല്ല ഞാൻ പറയുന്നത് ആരെ നിങ്ങക്ക് സണ്ണിനെയോടെ കാണണോ അതേമാതിരി ആരെ കാണുന്ന മാതിരി പറഞ്ഞോ. ഞാൻ തരാം സോമി. മെന്റലിസ്റ്റ് അജു ഇങ്ങനെ വണ്ടി പറയുമ്പോ തലകോ ഫൈക്കാക്കാം. പിന്നെ ഞാൻ പറയാ ആത്മാമുട്ടി അറിയില്ല. മെന്റലിസ്റ്റ് അജു.
അന്നാക്കി തരട്ടെ ഇങ്ങനെ കൈ പിടിക്കും അതേപോലെ കാണിക്കണം ടിഷ്യൂ മാറ്റിക്ക് കൈകൊണ്ടോ ആയിക്കോട്ടോ ഇത് തെറാപ്പിയാണ് മെന്റലിസ്റ്റിന്റെ ഇവിടെയാണ് സംഭവം ഇങ്ങനെ ആക്കിയിട്ട് അഭിനയിക്കണോ അങ്ങനെയല്ല അവിടെ കണ്ടിട്ടൊക്കെ കേട്ടോ നിങ്ങൾ നോക്കുമ്പോ നിങ്ങളെ മുന്നിൽ ടോവിനോ ടോവിനോ ഒക്കെ ടോവിനോ ചീന അമ്പഴൊക്കെ വന്നതിനെ കണ്ടിട്ട് ടോവിനോ നീ എന്തിനാ ചിരിക്കുന്നത് നന്ദനാക്കി മെന്റലിസ്റ്റ് ആക്കി തരാം ഞാനാ മെന്റലിസ്റ്റ് നന്ദിക്ക് അത് ഇഷ്ടല്ല കേട്ടോ നന്ദിക്ക് ഇഷ്ടല്ല ചെലവിതെന്താ നമ്മൾ ഇത്രയും ഉച്ചയ്ക്ക് ബിരിയാണി നമ്മളല്ല ഞാൻ കുറച്ച് അയച്ചോളൂ എനിക്കറിയാലോ സോമന്റെ വാങ്ങിച്ചോളൂ ചിക്കൻ എടുത്ത് വിഴുങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ മീൻ വലുതാക്കി അണക്കല്ലേ നീ പനി ചെവിവേദന മിക്സഡ് ഫലൂദ അപ്പൊ ചെവി വേദന പോയോ? എനിക്ക് ചെവി കേൾക്കുന്നില്ല അമ്മ. അടങ്ങിയിരിക്കുന്നു അമ്മ. അത് ഇങ്ങനെ രണ്ടടി ചെലിക്കട കൊടുത്താൽ റെഡിയാവും ആദ്യം റെഡിയാക്കില്ല ആദ്യം ശരിയാക്കില്ല മിക്സഡ് ഫലൂദ ഈ നാടൻ അജു കുറിന്റെ പൈസ ഞാൻ മുക്കാന്നല്ലേ നമ്മള് പറഞ്ഞത് നമ്മളെ കയ്യിലതാക്കുന്നു കുറിന്റെ പൈസ ഇത് എത്ര കുറിന്റെ പൈസ ഇപ്പൊ 12,000. എന്തൊക്കെ എന്നത് എന്തിനാ 12,000 റിയാൽ ഉണ്ട്? 12,000 റിയാൽ ഉണ്ട്. എന്തിന്? നീ ഇപ്പൊ കുറെ പോയി withdraw കണ്ടോ സോമി പുതിയ ഫോണ് എന്തൊക്കെ കാണണം എന്നതാ സ്വർണ്ണ വള അടി തമാശ സോമി എന്തോ നാണല്ല പറയാൻ വന്നേ എന്താണ് ഇവൻ ഇങ്ങനെ? എടി ഇവൻ ഇന്ന് വരെ ജോലി കിട്ടിയ ഒരു സാലറി മേടിച്ചിട്ട് എനിക്കൊരു ഒരു സാധനം വാങ്ങി തന്നിട്ടുണ്ട്. എടാ പോട്ടിയുടെ ഒരു റിയാലും നീ മേടിച്ചു തന്നിട്ടുണ്ടോ? അവൻ ഏതാണ്ട് കൂറ സാധനം എടുക്കാൻ പോവാ. അയ്യോ ഇത് നീ നിന്നെ ദേവി പഠിപ്പിച്ചാണോടാ? സോമിക്ക് പോണം ഞാൻ പോവാ കളറോട് സോമിന്റെ വക കുറിന്റെ ചെലവ് ഫലൂദ എന്താ വേണ്ടത്? അപ്പൊ നിന്റെ കുറിയുടെ ചെലവ് എന്ത് ചെയ്യും? എന്റെ കുറി ആദ്യം കിട്ടിപ്പോയില്ലേ ഞാനല്ലേ കുറി നടത്തിയത് ഞാനത് കഴിഞ്ഞ് കഷ്ടപ്പെടുമായിരുന്നു സോമിന്റെ പ്രായം അറിയിക്കാൻ വേണ്ടിയുള്ള സാധനം നരച്ചു അത് നാളെ നോക്കാം. ഇതൊക്കെ- കാണുന്നില്ല. ഫോണിന്റെ ഒക്കെ ഇവിടെ ഇങ്ങനെ ഓരോ സാധനം മേടിക്കുമ്പോൾ നിനക്ക് ചെലവ് ചെയ്യാൻ പറ്റുമോ? എന്താ പറയുന്നത്? സോമീനെ നമ്മൾ അങ്ങനെ പിഴീണത് ശരിയല്ല വാങ്ങിച്ചത് നമുക്കറിയാം സോമീനെ അങ്ങനെ പിഴീണത് ശരിയല്ല ഒരു ഫലൂദ ഫുള്ളായി വേണ്ട നമുക്ക് ഷെയർ ചെയ്യാം ഇപ്പല്ലടി മടമേലെ മടി മടി പോലെ കേട്ടത് പറഞ്ഞെങ്കിൽ ഇങ്ങോട്ട് സോറി വാ നിങ്ങളുടെയൊക്കെ വയറ്റി കൊക്കോപ്പുഴുവാണോ? ഉച്ചയ്ക്ക് കഴിച്ചത് ഇതായിട്ടില്ല. എനിക്ക് വിശപ്പായിട്ട്. നിനക്ക് വിശക്കുന്നുണ്ടോ? എടി ദേവി? പോലെയാണോ എനിക്ക് വിശക്കുണ്ട് അതാ എടി എനിക്ക് നോക്ക് വിശക്കുന്നുണ്ട് ജിഷ്ണു അനക്ക് വിശക്കില്ല വിശക്കില്ലേ ആ നിങ്ങളിപ്പോ ചായ പോയി കുടിച്ചില്ലടാ മഷാഫി വേണ്ട ജിഷ്ണുവിന് വിശക്കുന്നു. മറ്റേ ജിഷ്ണു മഷാഫി തുർക്കി ഷവർമ തുർക്കി ഇപ്പുറത്ത് വിളിച്ചു എനിക്ക് തോന്നുന്നു അജുനെ പേടിച്ചിട്ട് വിശക്കുന്നു എന്ന് പറയുന്നത് എല്ലാം ജീവിതത്തിൽ പറയുന്നതല്ല. നമുക്ക് അവിടെ പോയി കഴിക്കാം ലോഡ് അവൾക്ക് സ്വന്തം മോൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് ഒന്നും പറ്റാൻ പോണില്ല സോമി പറ്റൂടാ. പറ്റും. എന്റെ ബാലൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നന്ദക്ക് വിശക്കുണ്ടോ ഇതാ ഒരു പോന്ന് സോമി പോണ് അയ്യോ സോമി പോവല്ലേ പറയും നമുക്ക് പോവാം ഞാൻ കൊണ്ടുപോവാം എന്റെ മേത്ത് തുടച്ചാൽ തുടച്ചു പൗഡർ
ഉടുപ്പ് താടി എന്റെ ഉടുപ്പ് താടി കുട്ടീന്റെ മോട്ടോ കൊച്ചിന് പരീക്ഷ വെളിയിലുള്ള ജംഗ്ഷൻ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പോഴാണ് സോമിന് പ്രൗഢ. ഫോൺ കൈ വന്നപ്പോ ആ തല്ലിപ്പൊളി ഫോൺ മാറ്റി സോമിന്റെ ലെവലിൽ കൈ പിടിക്കുമ്പോ സോമിന്റെ ഐഫോൺ ഉപയോഗിക്കാറില്ലല്ലോ. അത് വാച്ചോടെ മുഴുങ്ങി വെച്ചിട്ടല്ലോ. ഞാൻ പറയുന്നത് നല്ല ഷവർമ്മ തീരാത്ത പ്രശ്നം നരച്ചിട്ട് സോമിനെ ഡൈ ചെയ്ത ഓള് നാളെ പോവടാ. ഇവള് നാളെ പോവും. ഈ നാളെ പോവാ. ഞാൻ ഷാമ്പു ഇട്ട ഇത് ഡൈ പ്രശ്നം മാറുന്നു. നിനക്ക് മൊത്തം കളർ കുറച്ച് കളറൊക്കെ കളഞ്ഞാലേ അയ്യോ സ്വാമി പോലെ ഇന്ന് നമുക്കൊരു ചായ കുടിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് ആദ്യം നിന്റെ പൈസ ഇതല്ല കാട് കൊച്ചിന്റെ എങ്ങനെ കാടോ? അയ്യോ ജിഷ്ണു വേറെ കാര്യം അറിയാമോ? പെട്രോൾ അടിക്കാൻ പമ്പിൽ പോയി അത് കഴിഞ്ഞിട്ട് ഈ കാറ് കാണിച്ച് ഇപ്പൊ അവൻ എന്നെ പേടിച്ചു. പമ്പിൽ പോയിരുന്നിട്ട് ഒരിക്കൽ വിളിക്കാം, അയ്യോ അത് പമ്പിൽ നിൽക്കുവാണേ നീ അത് കഴിഞ്ഞ അധ്യായം. അത് കഴിഞ്ഞ് പമ്പ് പോയിട്ട് വീണ്ടും പമ്പ് പോയിട്ട് അവന്റെ ഫോൺ അവിടെ കൊടുത്ത് പെട്രോൾ അടിച്ച് രാവിലെ നീ ചോർക്കപ്പിച്ചിന്റെ ഫോണൊക്കെ എടുത്ത് ഞാൻ പോയി പമ്പ് ചെന്നിട്ട് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ പേഴ്സ് കണ്ടില്ല. ഓ കഴിഞ്ഞു. അതാരുടെ ഫോണാണോ അച്ചു പോയി പൈസ എടുത്തു ഞാൻ പോയി. കണ്ടാ തന്നെ അറിയാം ഉടായ്പ നിൽക്കാതെ. ജിഷ്ണു ഞാൻ എങ്ങനെ ഇവന്റെ ഈ കാർഡ് കാണിച്ചിട്ട് ഞാൻ കടയിൽ പോയി കാർഡ് ഞാൻ വാങ്ങിച്ചതാ. അവിടെ കുരുങ്ങിയിരുന്ന അണ്ടർവെയർ വരെ അടിച്ചോണ്ടാവുന്ന ടീമാണ്. ഫോണും പൈസയും കാർഡും എല്ലാം ഇവിടെ വെച്ചിട്ട് പോകുമ്പോ അങ്ങനെയാണ് ഒരു റിയാലും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ ഒറ്റ ഒരു റിയാല് അതൊക്കെ ഓരോ ഓർമ്മകളെ തമാശ കളിക്കല്ലേ. ലവ് ലെറ്റർ ഉണ്ടോ കയ്യില്? ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്. അത് ഞാൻ കണ്ടുപിടിക്കട്ടെ എവിടെയായിരുന്നു എങ്ങോട്ടാകുന്നു എന്നുള്ളത്. ഷൊർണൂർ. എവിടെയാണ് ഇവൻ എന്നാലും നീ എന്തിനാടാ ആ ടിക്കറ്റ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? എന്തിനാടാ? ടിക്കറ്റ് ഒരു വേറെ സംഭവം ഓർമ്മയാണ്. എന്തോർമ്മയാടാ ടിക്കറ്റ്? ഷൊർണൂർ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഷൊർണൂർ അമ്മായിനെ കെട്ടിക്കാൻ. ഷൊർണൂർ ആരെ കൂടെയാ പോയത്? ആരെ കൂടെയാടാ ഷൊർണൂർ പോയത്? പടിപാളി ഓപ്പൺ ചെയ്യണം. എന്താ ഇത് ചോരയുണ്ടൊക്കെ എഴുതിയത് തന്നെയാണോ? എന്താടി അത്? ഓൻ ബാക്കിലുണ്ടേ. ശ്യാമേട്ടനോ? വായിക്കാനറിയാത്ത ഈ പന്നി വായിക്കണോ? മെത്ത് MDMA. മുത്തേന്നാണോ? ജിഷ്ണു വായിച്ചെടുക്കടാ. ശ്രീമളക്ക അതൊക്കെ കോഡ് ഭാഷയാണ്, എനിക്ക് മനസ്സിലാവൂല. നിങ്ങൾ വിചാരിക്കണമൊന്നും അല്ല. ശ്രീ ശ്യാമേട്ട സുഖല്ലേ? അതാണ് ശ്യാമേട്ട വലിച്ച കീറില്ല. ഇത് വേറൊരു സംഭവമാണ്. എന്താന്ന് പറ. ഞാൻ പറഞ്ഞത് അവിടെ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചടി. ഫോട്ടോ എടുത്ത് വെച്ചടി. അതിനല്ല ഇങ്ങോട്ട് കൊണ്ടാ. ഞാൻ ഫോട്ടോ കീറുന്നത്
ആയിക്കോട്ടെ. എന്താ ഇത്രക്ക് ഇതായോ? ഓർമ്മ ഇത് ഓർമ്മയാവിടാ അന്നത്തെ അതൊക്കെ ചെക്ക് വേറെ ഓരോ ഇതങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒന്നുമല്ല. ഓർമ്മ മരിച്ചാലും മറക്കില്ല. ലേറ്റ് ആവും. ഡേറ്റ് കിട്ടത്തില്ല. അതൊക്കെ ഓരോ പ്രഷ്യസ് സാധനങ്ങളാണ്. മെമ്മറീസ് പിടിച്ചോ. സൗദിക്കാര് കാണുന്ന വഴിയാണ്. 10-20 അതൊക്കെ എന്താ ഓർമ്മകളാ? ഫുഡ് അല്ല ബി അല്ലേ? ഫിവർ ഡി എന്നൊക്കെയായി. ഫുഡ് ബി ആണ്. അതിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കലക്കി. അതൊന്നല്ല. പിന്നെന്താ? ഇത് ഓർത്തോ, സൗദിയിലൊരു പൈസയും വന്ന് നാട്ടിൽ അതിലൊന്നുമില്ല. അജു അപ്പൊ എത്രണ്ണാണ്? ഇനി അജുവിനൊരു അവസരം തരാം. അതെന്താ പറയാനൊരു അവസരം? ഏത്? അത് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യും ആൾക്കാർ. നിന്റെ ഓർമ്മയ്ക്ക് വെച്ച സാധനം അനക്കെന്താ ഓർമ്മയില്ലേ? ഇനി നിനക്ക് ചായ വേണോ? ചായ വാങ്ങി ചായ വെച്ചിട്ടാ പോയി പൂരം കഴിഞ്ഞു. അജു വിയർത്തിട്ടാ കുറച്ചു നേരം കൊണ്ട്. എന്താ അജു അത്? പിന്നെന്താ അത്? ഈ എന്തിനാ വിയർത്തത്? ഈ ഇത്തിരി നേരം കൊണ്ട് വിയർത്തല്ലോ. ഞങ്ങളാരും വിയർത്തില്ലല്ലോ. എന്താ അജു അത്? അജു നല്ല വിയർത്ത് കണ്ട. വെള്ളം കുടിക്കണം. അജുവിന്റെ രഹസ്യങ്ങള് സോമി വേറൊരു പേപ്പർ അതാ ചോദിച്ചു. അതെന്തേന്നു അജു? എന്തിനെ? കോക്കിനെ പിടിച്ചാ കോക്കി കളയും. മുടി കെട്ടി കൊടുത്തു. ഓടിപ്പോയി ചുടിക്കോ. റെഡി 1 2 3 ചുടിച്ചു. കൈ വിടുന്നുണ്ട്. ലേസിയാ പൊടിച്ചാ അല്ല എന്റെ കുട്ടിക്ക് കൊടുക്കാതെ ഞാൻ ആർക്കും തരില്ല. വീഴും വീഴും. എനിക്ക് അമ്മ എടുത്തരാം എനിക്ക് ഇരിക്കും. അതെന്തായാലും എന്റെ കുട്ടികളാ. കിട്ടിയല്ലോ പറയും. ഒരു സോസ് എടുത്തോടാ ഫ്രിഡ്ജിൽ. ഈ ബെഡിലൊക്കെ ആക്കിയുണ്ടല്ലോ സൂ ഓടിക്കുവേ. അതിന് ആവാനൊന്നുമില്ല. ഇതൊരു വേറെ ഫ്ലേവറല്ലേ? പോയി നമുക്ക് സോമി ആ വഴിക്ക് അവിടെ പോയില്ലേ? വരൂലേ? പോയതാ. ഷവർമ്മ വാങ്ങിക്കാൻ പോലെ സർപ്രൈസ് പിന്നെ സോമി പോവാൻ നേരത്തെ വിളിച്ചിട്ടൊക്കെ എന്നെ കണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞേ. സ്പൈസി മതി അറിയും. ബർഗർ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവില്ലേ ആ സോമിയാണ്. അതെ സോമി എല്ലാവർക്കും നോൺ സ്പൈസി മതിയേ. വലുത് വേണ്ട ചെറുത്. നോൺ സ്പൈസി. ശ്രീമോക്ക് നോൺ സ്പൈസി അല്ലേ? ആ സോസ് സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇവിടെ ഉണ്ട്. ഇല്ലല്ലോ. നന്ദക്കന്നെ ഇവിടെ ഇല്ല അല്ലേ?
നിന്റെ അടുത്ത് കണ്ണുമ്പണ് നിന്റെ അടുത്ത് കണ്ണുമ്പണ് സോമി സ്പൈസ് വേണ്ടേ വേഗം വരൂലേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ സോമി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വരും എനിക്ക് അറിയാം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം സേറേരി അടി കൂറച്ചേച്ചിയെ വിളിക്കണേ. അടിച്ച് തല ഇരിക്കും പറയും അടിച്ച് തല ഇരിക്കും പറയും അടിച്ച് തല ഇരിക്കും അടിച്ച് തല തിരിക്കുന്നു അങ്ങനെ വിളിക്കാൻ പാടില്ല പറയും. നമുക്ക് കൂറേനെ നാളെ ഫ്ലൈറ്റ് കയറ്റി വിടോ? വിട്ടേക്കട്ടെ? വിടണോ? അങ്ങനെ ജിഷ്ണു മാമനെ പാക്ക് ചെയ്തു. നാളെ വരണം പറയും. നാളെ വരട്ടോ. ഒരു ഐഫൈ കൊടുക്ക് പോയിട്ട്. എന്റെ കളിപ്പാട്ടൊക്കെ കൊണ്ടുപോട്ടെ. കാട്ടെ, ഞങ്ങൾ സ്ക്രീൻ ചെയ്തിട്ടേ വിടുള്ളൂ. നോയിക്കോ. ഉണ്ടോ? അതിലുണ്ടോ? ഒരു ഉമ്മയും കൂടി കൊടുത്താ. ഓക്കെ ഓക്കെ. പോയി. നാളെ വരട്ടോ. ഓക്കെ. പോയി. പോയി.